ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാമിനുകളൊക്കെ ഹിന്ദി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം ഹിന്ദി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതായത് KV നവോദയൻ്റെ ടീച്ചിങ് ഫീൽഡിലെ എക്സാമുകൾ അല്ലാതെ മറ്റ് എക്സാമുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ മെയിൻലി ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കേന്ദ്ര വിദ്യാലയ അതേപോലെ തന്നെ നവോദയയുടെ ഹിന്ദി, അതായത് ടീച്ചിങ് പോസ്റ്റിലേക്കും നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കും ഒക്കെയുള്ള എക്സാമുകളിൽ ഹിന്ദി ക്ലിയർ ചെയ്താൽ മാത്രമേ, ഹിന്ദിയും ഇംഗ്ലീഷും ക്ലിയർ ചെയ്താൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ വാല്യൂ ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഇതിനു വേണ്ടി എവിടെയാണൊന്ന് കോച്ചിങ്ങിന് പോവുക, എങ്ങനെയാണ് ഗ്രാമർ പഠിക്കുക, മുഹാവര പഠിക്കുക, സന്ധി, സമാസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ 5 മാർക്കേ ഉള്ളൂ. പക്ഷെ ആ 5 മാർക്ക് നിങ്ങൾക്ക് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ അവർ നോക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. ശരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ രാജഭാഷയാണ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കോച്ചിങ് വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു സെഷൻ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് KV നവോദയ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ്. സോ അങ്ങനെ ഇനിയില്ല ഗ്രാമറും കൂടി ഒന്ന് നോക്കണം എന്നുള്ളവർക്കാണെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം KV ഒക്കെ നോട്ടിഫിക്കേഷൻ ഇനി എത്രയും പെട്ടെന്ന് വരും. അതിൻ്റെ മുന്നേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ, വേഗം ക്രാക്ക് ചെയ്ത് എടുക്കാനും പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം, കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ ഒരു ഗ്രൂപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്യാം ഇൻ ഫ്യൂച്ചർ. അപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. നമ്മൾ സെഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഗ്രാമറും മുഹാവരയും ഒക്കെ ആയിട്ട്. ഓക്കെ, താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ.